നീയൊക്കെ ഇതിനൊക്കെ ഒന്ന് റിപ്ലൈ കൊടുക്കാൻ നിൽക്കല്ലേ സത്യം പറഞ്ഞ. എന്തരാണ് വല്ല ഞാൻ ഈ ബുദ്ധി എന്നൊന്നും പറയുന്നില്ല. ഞാൻ പിന്നെ അവന്മാരെ പറഞ്ഞല്ലേ പോയി, അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള പിള്ളേരെ തൊട്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതലൊന്നും പറയില്ല. അതൊരു നല്ല 2-3 പേരങ്ങാനും. വിചാരിച്ച് പേടിച്ചു കേട്ടാ നമ്മൾ എന്തിനാടാ കയറി. ഒരു വാച്ച് പാർട്ടി കാണാൻ എന്തൊക്കെ കേൾക്കണോ സത്യം. ഇന്ന് എന്റെ മോഡ് പിള്ളേർ പറഞ്ഞേ ഉള്ളൂ കൊറോണം വരുമെന്ന്. അവനും കത്തിയ പക്ഷെ എനിക്ക് യുവമാരെ പറച്ചിലേക്കും എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യമൊന്നുമല്ല വരുന്നത്, എനിക്ക് സഹതാപോ. എങ്ങനെ ഇങ്ങനെ ആവാൻ പറ്റും ഈശ്വര. ഈ ഡിലേ ഭയങ്കര പ്രശ്നമായി മാറും കേട്ടോ. എടാ ഈ സിറ്റിയിലുള്ള ആരുടെയും ഒരാളുടെ അടുത്തൊന്ന് കേറാൻ മുച്ചിരി കയറണുണ്ടെന്ന. എടാ ഞാൻ ഈ ലൈവ് എടുത്തിട്ട് ഞാൻ എന്റെ ചാറ്റ് വായിച്ച് ഇങ്ങനെ ഇരിക്കട്ടാ. ഞാൻ മറ്റേ ടെക്സ്റ്റ് സ്പീച്ച് സെറ്റ് ചെയ്യണം, എന്നിട്ട് അത് വെച്ചിട്ട് നിന്റെയൊക്കെ ചാറ്റ് ഇങ്ങനെ ടെക്സ്റ്റ് സ്പീച്ച് ആക്കണം. എന്നാ എനിക്ക് 10,000 വ്യൂസ് ഒക്കെ വരും. മനസ്സിലായി? എന്നാ കോമഡിയാണോ നീയൊക്കെ? തോറ്റുകൊണ്ടിരിക്കോ? അയ്യോ പാവപ്പെട്ടെ ഗൈസ്. ആരെങ്കിലും ഒക്കെ വേല കളിക്കുന്നവർ ഇഷ്ടമുണ്ടെങ്കിൽ അവര് നമ്മുടെ മൈൻഡ് ഫക്കിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടാ. ചെറുക്ക കഴിവുള്ളവരാണ്, ഇങ്ങനല്ല. 1-11 ഈശ്വരാ. ചാറ്റിലാണ് ശരിക്കും സത്യം. വാസണ്ണന്റെ സെർവർ ആളാ താഴത്തില്ല. അല്ല ഇടയ്ക്കൊക്കെ താഴെ ഉണ്ടോ തണുപ്പൊക്കെ വരുമ്പോഴേ. പ്രീവാർ ആരാ ജയിച്ചെന്നാ? പ്രീവാർ തുടങ്ങിയില്ല. നിനക്ക് MRC തോക്കുന്നത് കാണാൻ വയ്യെങ്കിൽ നീ ലൈവ് നിർത്തു ഓണറേ. നീ അത് യൂണിവേഴ്സിറ്റി ഒന്നറാ. നിന്റെ നാട്ടിലൊക്കെ ടൈറ്റാനിക് റിലീസായോ? അവസാനം ചത്തുപോയി വെള്ളത്തിൽ മുങ്ങി. 140 MS. അതാണ് നമ്മുടെ സ്റ്റേബിൾ. ഈ സിറ്റിയുടെ സ്റ്റേബിൾ എന്ന് പറയുമ്പോ അതാണ്. 15-ന്റെ മേലെ പോയാലേ സിറ്റി സ്റ്റേബിൾ അല്ലാണ്ടേ ഉള്ളൂ. 15-ന്റെ താഴെയാണെ സ്റ്റേബിളാ. അണ്ണ ഹോസ്പിറ്റലൈസ്ഡ് എന്ന് കള്ളം പറഞ്ഞത് ആണല്ലേ കള്ള? അല്ലടാ അവൻ ട്രിപ്പ് ഇട്ട് അടക്കുമായിരുന്നു. അവൻ ഫോട്ടോ ഇട്ടായിരുന്നു. അവൻ ട്രിപ്പ് ഇട്ടപ്പോഴാണെന്നൊന്ന് ഓക്കെ ആയത്. മനസ്സിലായ? മാറ്റണ മൗസ് അങ്ങനെ ഉണ്ട്. എടാ പോളീസാണോടാ. നൈസാ. പൈസ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തോ. നൈസാ. പക്ഷെ ഞാൻ 1 മാസം പോലും ആയിട്ടില്ല, അതുകൊണ്ട് ഇതുവരെ സൂപ്പറാണ്. അഡ്മി നോക്ക്. ഒരു കോൾ കൂടെ എന്ത് വേണം? നോർമലി നമ്മൾ വരുന്ന പാലം ഉപയോഗിക്കാൻ പറ്റേ admin POV with ID POV. ആകെ ഒരു പോളും കൂടെ ഇട്ടിട്ടുണ്ട്. സൈഡിൽ കൂടെ പോകല്ല കേട്ടാ, ഈ സൈഡിൽ കൂടെ നമ്മൾ നോർമലി വരുന്ന പാലം. ഇവിടുത്തെ പലയിട്ടുള്ള പീടിയുടെ അവിടെ ഇതായിട്ടുള്ള വഴിയില്ല അവിടുത്തെ. എവിടോട്ടാ ട്രിപ്പ് പോയ? ഞാൻ ലൈവ് കണ്ട പ്രീവാറൊക്കെ TV അതുകൊണ്ട് ഞാൻ എല്ലാരും അവന് ടാറ്റ കൊടു. ടാറ്റ പോ കിടന്നുറങ്ങും. ടാറ്റ എല്ലാരും ടാറ്റ കൊടുക്കും. അവന് കൂടെ വരുന്ന നീ എല്ലാരും ടാറ്റ കൊടുക്ക്. ഫുഡും വെള്ളം നോക്കേ. ടാറ്റ മക്കളെ പോടാ. ടാറ്റ. അവൻ പോയില്ലെങ്കിൽ ഒന്ന് ബാൻ അടിച്ചിട്ടാ. ടാറ്റ. പബ്ജി സ്ട്രീമിന് എപ്പോഴാന്നാ? പബ്ജി നമുക്ക് യൂട്യൂബിൽ വരണം. ഞാൻ പക്ഷെ ആരുള്ളൂ ഇപ്പം പബ്ജി കളിക്കാൻ.
മൗസ് ഏതാന്നാ ഇത്? ലോയിടെക്കിന്റെ സൂപ്പർ സ്ട്രൈക്ക്. ഞാൻ ഇതിന്റെ ബേക്ക് മാറ്റിട്ട് ഇരിക്കുവാണെങ്കിൽ എന്നെ നേരെ സമാധിയിലോട്ട് എടുക്കാം. ഗ്ലാസിന്റെ സ്കേറ്റ് ആക്കി സ്കേറ്റ്. കാരണം എന്റെ ഗ്ലാസ് സ്കേറ്റ് ആണ്. അല്ലെ ഗ്ലാസ് മൗസ് പാടാ. അതുകൊണ്ട് ഞാൻ അത് മാറ്റി. ഓക്കെ ഗായ്സ്, അമ്മത്തന്നെ പോയി എടുത്തോ, ആരെങ്കിലും എടുത്തോ. അപ്പൊ വാർ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ നാളെ കിട്ടും. എടാ എവിടെ ഡീമ എവിടെയായിരുന്നു എന്റെ വണ്ടി? ലൊക്കേഷൻ വണ്ടി 78751. വാ ഇങ്ങോട്ട്. ഞാനിങ്ങനെ അവര് അഡ്മിൻ ഹെൽപ്പ് ഒക്കെ ഇട്ടോണ്ടിരിക്കണ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. എടാ ഇതിനെ മണ്ടയ്ക്ക് എടുത്ത്. ഓക്കെ, പിന്നെ 1 2 3 4 5 6 അവിടെ തന്നെ. പിന്നെ അങ്ങോട്ട് അപ്രോച്ച് കാണിച്ചാൽ മതി. ആദ്യം അപ്രോച്ച് പോയിട്ട് ആ ഏരിയ ഒന്ന് നോക്ക്. വെറുതെ നേരെ പോയി കുത്തൊന്നും ചെയ്യല്ലേ. അവന്മാര് ഒന്ന് അപ്രോച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ഡിലേ ഇട്ടിട്ടുണ്ടോ? നമ്മുടെ ഗ്രൗണ്ട് ആണ്. നിങ്ങൾ മേളിൽ കൂടെ വന്നിട്ട് ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് എടാ എനിക്കൊന്ന് വെയിറ്റ് ചെയ്ത് കളിക്കാൻ പറ്റില്ല കേട്ടോ. എന്റെ ഇവിടെ ഒന്നും ലോഡ് ആയിട്ടില്ല. ഇതൊക്കെ ലോഡാ ഇവിടെയാടാ. വേറെ ഗ്യാങ് വണ്ടിന്ന് തോന്നുന്നു എനിക്ക്. പാപ്പാ വാർ ലൈനപ്പ് റെഡി ആവാമോ? അയ്യോ എന്താ എനിക്കറിയില്ല. എസ്റ്റാറ്റിൽ ഏൽപ്പിട്ടോ? ഇല്ല ഏൽപ്പിട്ടോ. എവിടെ മാർക്കറ്റ്? പണിയാന്ന് തോന്നുന്നു. മാർക്കറ്റ് അറിയുന്നില്ല. പണിയാണെങ്കിൽ കൊണ്ട് എവിടെ മണ്ടയ്ക്കുണ്ട്. അവിടെ ഒരു വണ്ടി എടാ മണ്ടക്കാണോ? ഈ സിറ്റുവേഷൻ ആദ്യം തൊട്ടൊന്ന് ഷോർട്ടായിട്ട് പറയുന്ന അത് ഒന്ന് ഇതിന്റെ മണ്ടക്കോട് അവന്മാര് മറ്റേ പ്ലാൻ തന്നെ. അമ്മയുടെ നോർമൽ പ്ലാൻ തന്നെ. ആ മലയുടെ മണ്ടയ്ക്കുള്ള മലയിലെ മണ്ട അത് സ്ലോ ചെയ്തരാ പറഞ്ഞുതരാം. അങ്ങനെ വാറ് പെട്ടെന്ന് ഇവിടെ അടിച്ചാൽ മതി വണ്ടി. എടാ പെട്ടെന്ന് എടാ അടിക്കാൻ റെഡിയാണോ നിങ്ങള്? പെട്ടെന്ന് ഇവിടെ കുത്തി അടിക്കാൻ പറ്റും. വെയിറ്റ് ഒന്ന് തിരിച്ചു. ഓക്കെ, ഇതായിരിക്കും കാണാം. നമുക്ക് പിന്നെ അതിനുശേഷം പോയിട്ട് നമുക്ക് POV നോക്കാം. അതായിരിക്കും ബെറ്റർ. ഇതാകുമ്പോൾ എല്ലാവരെയും കാണാമല്ലോ. നിങ്ങൾ എന്ത് പറയുന്നു? മാച്ച് കാണാൻ പറ്റുമെന്ന് നമുക്ക് അനുമാനിക്കാം. ഇത് നല്ലൊരു മാച്ച് ആവട്ടെ. എന്റെ നെറ്റ് പോയി ഗോക്കു ഒന്നുകൂടെ പറയുന്നോ? പെട്ടെന്ന് പറയാം. ആര് ചോദിക്കുവോ? അങ്ങനെ വാർ ചാത്തായി. ആരാ ചോദിച്ചു? ഒരാൾ പറഞ്ഞു ഈ പൊസിഷനിലാണ് എപ്പോഴും MRC കളിക്കുന്നല്ലേ ഈ ഒരു ഏരിയയിൽ. ലൈവ് അശ്വിനാരെങ്കിലും സബ് സപ്പോർട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടെ നമുക്ക് സ്നൈപ്പ് ഇറങ്ങി ഫയർ ചെയ്ത് ഓടിക്കുന്നുണ്ട്. അതിലൊപ്പം സ്റ്റീവ് ഇറങ്ങിയിട്ടുണ്ട്. അവർ ഏത് വണ്ടിയിൽ നിന്നാണ് ഇറങ്ങി? ഈ വണ്ടിയിൽ നിന്നാണ് ഇറങ്ങിയത്. സാവേജ് ചന്ദ്രൻ, എബൽ, ബോബോയ്. ബാക്ക് ഓഫ് ചെയ്യുവാണോ? അത് കുറച്ച് സൈഡിൽ പിറ്റിങ് ഇറങ്ങൽ. ടി വി ഇറങ്ങി രണ്ട് സൈഡിൽ നിന്ന് ഇറങ്ങി. ഒരു ഇനിഷ്യൽ ഫൈറ്റ് ആണ് കാണുന്നത് നമ്മൾ. ഓക്കെ, ഫ്ലാങ്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, ഗോളാണ്. ടി വി നീരനെ ആദ്യത്തെ ഇത് രണ്ട് സൈഡിൽ നിന്ന് കറങ്ങി വരുവാണ്. മംഗലശ്ശേരി കുറുപ്പ് ഡൗൺ ആയിട്ടുണ്ട്. ഡൗൺ ആയിട്ടുണ്ട്. മാസം ചരൺ ഡയോസ് അമ്പത്തൂർ ഷേക്ക് ഡൗൺ ആയിട്ടുണ്ട്. ദഗോ ഡൗൺ ആയിട്ടുണ്ട്. ഗ്രൂപ്പ് ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, മാസം ഈ സൈഡിൽ നിന്ന് കറങ്ങി വരുന്നുണ്ട്. കണ്ടില്ലല്ലോ. ഞാൻ കട്ടായി പോയി. എന്നെ ക്ലിപ്പാക്കും.
ഓക്കെ ഇവിടുന്ന് ഒരു ഫൈറ്റ് ആരൊക്കെയാ? ടാച്ചി ആഷ്ബൂട്ടൽ 2v രണ്ട് സൈഡിൽ. ഓ ആഷ്ബൂട്ടൽ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റീവ് ഇവിടെ ഒരു എത്ര പേരാ 3v3 ആണ് കറക്റ്റ്. നമ്മൾ നോക്കുവാണെങ്കിൽ സാവേജ് വന്നിട്ട് സാവേജ് 1v2 സാവേജ് പിക്ക് എടുത്ത് റഷ്യനെ പിക്ക് എടുത്തിട്ട് സാവേജ് ബാക്ക് ഓഫ് ചെയ്തു. പിന്നെ സാവേജ് എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ സെന്റർ ഓക്കെ ഡൗൺ ആയിട്ടുണ്ട്. കാണുന്നത് യെസ് ഫൈനലി ടി വി ജയിച്ചിരിക്കുന്നു. എടുത്തിട്ട് കത്തിച്ച് നിന്റെ ഷേക്കിനും ആരെങ്കിലും ഇത് ആര് വിളിച്ചെന്ന് എന്തെങ്കിലും കേട്ടിട്ടുണ്ട്? എന്തോ വിളിച്ചിട്ടുണ്ട്? ഇല്ല വിളിച്ചത് ഫൈറ്റ് ആണ് കാണുന്നത് നമ്മൾ. ഓക്കെ ഗ്രൂപ്പിലെടുത്തൊന്ന് മടക്കാൻ നീ ആകെ എവിടാ ചത്തവന്മാരെവിടാ ചൂറ് ചത്തവന്മാര് തീർത്ത കണ്ടുകൾ നമ്മുടെ പിള്ളേരെ മാറ്റിയിടും അവിടുന്ന്. എന്നിട്ട് ബാക്കി എല്ലാത്തിനും തൂക്ക് 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 കുറച്ചുകൂടെ നക്കി കേടാ അവിടെ പോലെയാടുകളെ സ്ലോട്ട് ഒതുക്കി കേട്ടാ. എവിടെ നിന്റെ ഷോ നീ വാണോ എവിടെ MRC ഞാൻ ടിവിയിലും കേട്ടാ. നീ സ്ലോട്ട് കുറച്ച് നക്കി ചോദിരി കേട്ടാ. തീട്ടങ്ങളിലോട്ട് തീട്ടങ്ങളിലോട്ട് മനസ്സിലാ തീട്ടത്തിൽ നിന്ന് തീട്ടത്തിലോട്ട് ഇന്നലെ ഉറക്കി നിന്നെയൊക്കെ ഇന്നും ഉറക്കി കേട്ടോടാ കണ്ടികളെ. കത്തിയല്ലോ മിസ്റ്റർ ഷിബു, കത്തിയല്ലോ. കത്തിയമാരൊക്കെ വരും ഇങ്ങോട്ട്. ഒരു 1v3 കൊണ്ട. ഹലോ അളിയാ, എന്തൊരു സംഭവിച്ചത് അവിടെ? അടിച്ച് പണി കളഞ്ഞില്ലേ? കളിയായി പോയി. ഇനി വാറാണ് എന്തൊരു അടിച്ച് തൂക്കി. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഒരു ചാറ്റ് നോക്കിയാണ് ഇനി ഞാൻ കുറെ ആദ്യത്തെ കുറച്ച് സെക്കൻഡ് സത്യം പറഞ്ഞ ഞാൻ വെച്ച് നമ്മളെ കുത്ത് കുറച്ച് ഇതായി പോയി നോക്കിയപ്പോഴത്തേക്ക് അവസാനമായപ്പോഴത്തേക്ക് ബാക്കി നിൽക്കുന്നു. അതല്ല, ഞാനാണെങ്കി ഇവിടെ കിടന്ന് അലറി വിളിക്കുന്നേ. അപ്പൊ നോക്കിയോ സൈഡിൽ നിന്ന് ഒരു കൂട്ടം MRC ഇടുന്നു. ഞാൻ അപ്പഴേ പറഞ്ഞു ഞാൻ കട്ടായി വരും, ഞാൻ വരച്ച അവരാണ് കൂടുതൽ. മനസ്സിലായ? ഞാൻ പറഞ്ഞു എന്നെ ക്ലിപ്പാക്കാം. പിന്നെ നോക്കിയപ്പോ എന്തൊക്കെ നടന്നു. ഞാൻ ഇങ്ങനെ നോക്കി കൺഫ്യൂഷൻ ആയി പോയി. എന്റെ അമ്മോ ഒന്നും പറയാനില്ല. എടാ ഇത് പറ്റത്തില്ല. നമ്മളൊക്കെ ഇത്രയും നേരം കാത്തിരുന്നിട്ട് ഈ 5 മിനിറ്റിലൊക്കെ വാറ് തീർക്കുന്നത് 20 സെക്കൻഡിലൊക്കെ പറ്റില്ല പറ്റണ. നമ്മൾ ലിസ്റ്റില്ലാത്ത ആൾക്കാർ അസ്വസ്ഥരാണ്. എനിക്ക് കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കട്ടെ. നമ്മൾ ലിസ്റ്റിലല്ലാത്ത ആൾക്കാർ അസ്വസ്ഥരാണ്. സത്യം. എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ എന്നെ എല്ലാ സൈഡിലും പെട്ടെന്ന് ബാബാ കമ്മിറ്റി എല്ലാം കമ്മിറ്റി ഇവിടെ ഏതാണ് കോളൊക്കെ? അത് ആ ഒരു ഇപ്പൊ കൊള്ളാം. ചത്ത പോലെ വന്നിട്ട് ചന്ദ്ര എങ്ങനെ പോയത്? ആ കോള് കണ്ട എത്തി, പിള്ളേരെത്തി. അത് വേണം കോള് കേട്ടാ അവിടെ എത്തണം. മനസ്സിലായോ?
തീയനടിച്ച ഇറങ്ങില്ല ചേട്ടാ. അത് ചന്ദ്രന്റെ വീലെത്തിട്ട് അവന്മാര് പിറകിലെത്തി. അത് ചന്ദ്രൻ കണ്ടില്ലത്. എവിടെയാണാവോ? ഇത് എവിടെയായിരുന്നു? ലെഫ്റ്റിലല്ലേ? നമുക്ക് വെയിറ്റ് ചെയ്യണമെന്ന് പറയല്ലേ? എവിടെയായിരുന്നു ഈ ഫ്രണ്ടില് നീ കുത്തി താത്തി പറക്ക് ഇത് മൊത്തം ഓക്കെ, ഇവിടെ എത്തി. എന്റെ സ്പെക്കില് പറയുന്നത് അതായത് കുറച്ച് വെട്ടലുണ്ടായിരുന്നു. സോ ഈ വീടിന്റെ കേസസിൽ നമുക്ക് രണ്ട് സൈഡ് നോക്കാണ്ട് പറയാൻ പറ്റത്തില്ല. കണ്ടിട്ടുണ്ട് കുറെ കാലം കാഴ്ച കണ്ടികള് ഒരു കോപ്പും ഉണ്ടാക്കിയിട്ടില്ല ഇത്രയും കാലമായിട്ട്. മനസ്സിലായോ? ഒരു കോപ്പും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നീയൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് ഇന്നലെ മുറിച്ചിട്ട് ഉണ്ടാക്കല് നീയൊക്കെ. മനസ്സിലായ? കുറെ കാലമായി നമ്മളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന. നീയൊക്കെ വന്ന് മൂഞ്ചെണ്ണ അതിന്റെ ഇടയിൽ കയറി. പറഞ്ഞ അടിക്കുമെന്ന് പറഞ്ഞ അടിക്കും. മനസ്സിലാവാ മൊണ്ണെ കണ്ട ഒരു വാക്ക് ചേട്ടന്റെ പേരിട്ട് വന്നേ എല്ലാവരും വേണമെന്ന് വിളിച്ചോ. എല്ലാരും മിണ്ടാര്. എല്ലാരും ബാക്ക് ഓഫ് ഇതാണ്. എല്ലാരും ബാക്ക് ഓഫ്. പറഞ്ഞ കേക്കണ കേട്ടില്ലേ? ബാക്ക് ഓഫ്. ഞാൻ സ്ലോട്ടിലൊന്ന് കേറുന്നില്ല. എന്നെ കൊണ്ട് പറ്റത്തില്ല ഇങ്ങനെ കുളിക്കാൻ. ഞാൻ ഇമോഷണൽ ആയി പോകും. രാജുഭായി അടുത്തുള്ളതല്ലായിരുന്നു ഞാനിപ്പോ പറഞ്ഞത്. ഇത് രാജുഭായ് ആണോ അല്ല കിളവനാണോ കണ്ടിയപ്പാപ്പനാണെന്ന് അവിടുന്ന് പോയത്. താടി ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതാണ് രാജുഭായുടെ തല്ല കേട്ടോ. അതാ പുള്ളി എടുത്തൊന്ന് പറഞ്ഞത്. ഇത് കൊള്ളാം. എല്ലാരും ഓരോ രീതി. അവിടെ അമ്പത്തൂരത്ത് പപ്പടം ഇവിടെ അല്ലേ? പപ്പടം പറയല്ലേ, മണ്ടത്തരങ്ങൾ കാണിക്കല്ലേ കേട്ടോ. ആ സാറിനോടൊന്ന് പറയാം. നാളെ എല്ലാം കുറെ കുളച്ചല്ലേ നീ പറ.
എന്ത് പറയണ ഈ എനിക്കൊന്നും പറയില്ല. നേരത്തെ കണ്ട് പരിചയമോ വെച്ചുകഴിക്കാൻ ഒന്നുമില്ല. നിനക്ക് എന്താ വേദനയാണ് നിന്റെ കാലിലറിയില്ല നമ്മൾക്ക് കൊച്ചക്ക ഇതേപോലെ പുളിക്കടക്കുന്നുണ്ട് മനസ്സിലാക്കി. ബാക്കി ഈകള് ഓടി നടന്ന് ആരൊക്കെ തെറി വിളിക്കുന്നത്. ആശ ലൈവ് ഇല്ലാത്തോണ്ട് എൻജോയ് ചെയ്യുക. ആശ ലൈവ് ഇല്ലാണ്ട് ഓടി നടന്ന് എൻജോയ് ചെയ്ത് വിളിക്കുക. ചാടി ചാടി പോണു കുടുങ്ങ. സത്യം അത് ഇപ്പൊ കുറച്ചായിട്ടൊന്ന് നോക്കണം. ഇത് ഗ്യാപ്പ് ഇട്ടില്ല പിള്ളേർ. വാടാ എന്താ ഡിവാ? അല്ല ഇന്നലെ പ്രണവ് ചേട്ടനും മറ്റു റഷ്യൻ ടീമിലും വന്ന് കുണച്ചത് കറക്റ്റ് അവന്മാരെ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. ഇന്നലെ നമ്മൾ ടിവിയൊക്കെ റേഡിയോക്കകത്ത് കണക്ട് ചെയ്യാൻ പറയാൻ നീ ഒറ്റയ്ക്ക് റേഡിയോയിൽ ഇരിക്കുന്നു. മറ്റേ HF ഫയൽ അവന്മാരൊക്കെ എന്നോട് ഒന്ന് പറയുക. ആരാ പറഞ്ഞ പേരെന്തായിരുന്നു മറ്റേ? പ്രണവ് കുമ്മൻ. സെൽഫായിട്ട് വിളിച്ചാണ് ഇത് ടെസ്റ്റ് സെർവറല്ലേ ഈ പ്രീ വാർ നടക്കുന്നത്? നമ്മൾ കളിക്കുന്ന ആ സെർവർ തന്നെയാണ്. ചിലപ്പോഴന്മാർ നാളെ പറയും ഫുഡ് കഴിക്കാനാണ് നമ്മളെ കൂട്ടത്തില് 10 പേര് എത്തിന്ന് പറയും കേട്ടാ. മെയിൻ സെർവറിലാണോ? 144 ആണോ? എടുക്കാൻ പറ്റാത്തുള്ള പ്രീവാറിൽ എടുക്കാൻ പറ്റും. എന്തെടുക്കാൻ മറ്റേ ഇത് പോയിന്ന് പറഞ്ഞപ്പോ കരയല്ലേ? എന്തോ പോയെന്ന് എന്താ സംഭവം? മാറിയെന്നോ? അല്ല നോക്കൂ, ഈഗിൾ ഇവരായിട്ട് സിറ്റുവേഷൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഈ ലൂപ്പിൽ നിന്ന് മാറി റേസിംഗ് സീമൊക്കെ കളിച്ച് മൈൻഡൊക്കെ സെറ്റ് ആകുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ കൊണച്ചത്. എടാ സത്യം പറഞ്ഞാൽ പിള്ളേരെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ഇന്നലെ സത്യം പറഞ്ഞാൽ ഈഗിള് കനാപ്പിലത്തൊക്കെ കുറച്ചൊന്ന് റേസ് ആയിരുന്നു. അത് കാരണം എന്ന് പറഞ്ഞാൽ അവന് ആർപ്പി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, മനസ്സിലായി? ഈഗിളിന് നല്ലോണം ആർപ്പി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇത് വന്ന് കയറും. അപ്പോൾ പിള്ളേരെ നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ സിറ്റിയിൽ വന്നിട്ട് എടുത്ത് കുണച്ചാൽ പിന്നെ തിരിച്ച് കുണയ്ക്കാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ സിറ്റുവേഷൻ ആവും. അതപ്പോൾ അവന്മാരെ കുറ്റപ്പറയടുത്തൊന്നും പറ്റത്തില്ല, മനസ്സിലായോ? അപ്പോൾ ഈഗിളിന് സത്യം പറഞ്ഞാൽ അവനെ ആർപ്പി ചെയ്യണമെന്നാണ് ആഗ്രഹം. അവനാണെങ്കിൽ ഇപ്പം സ്ട്രീമൊന്നും നേർച്ചോ ഇടാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എപ്പോഴും സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കില്ല. അതുകൊണ്ട് അവൻ തന്നെ മൈൻഡ് ഫക്ഡായിട്ടായിരിക്കുക. അപ്പോൾ അവന് സത്യം പറഞ്ഞാൽ ആർപ്പി ചെയ്യണമെന്നാണ് ആഗ്രഹം. പണ്ടൊക്കെയാണെങ്കിൽ ഓക്കെയാണ്, വല്ലപ്പോഴും സിറ്റുവേഷൻ ആയിരുന്നു പണ്ടൊക്കെ. ഇപ്പം വല്ലപ്പോഴും ആർപ്പി എന്നാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. 1.5 റിയലായിരുന്നു. ഒന്നും പണയില്ല, 1.5 റിയലായിരുന്നു. കഴിഞ്ഞു നമുക്ക് കുഴപ്പമില്ല. നമ്മള് കാണാതെ പോകും. അങ്ങനെ പറ്റത്തില്ല. നമ്മൾ ഇല്ലാതെ കാണാൻ പറ്റും. അല്ല ഈ പി എ പി എൽ അവർക്ക് ഇടിക്കാനും നമുക്ക് ഇടി കൊള്ളാനും ആയി പോയല്ലോ. എടാ ബാർ നടക്കുന്നതല്ല, ഓരോരോ സംസാരം നടക്കുന്നുണ്ടല്ലോ ഇടയ്ക്ക്. ഓക്കെ 3-4 മാസത്തിൽ ഇപ്പൊ 5-6 ഉള്ളെങ്കിൽ ഓക്കെ. പക്ഷെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അതിന്റെ ഇടയില്. അല്ല നമ്മളിപ്പോ ചെയ്തന്നെ നമുക്ക് വാണിംഗ് അല്ലേ? നമുക്കിപ്പോ ഓക്കെ കൂൾ ഡൗൺ വന്നാലും അവന്മാര് ചൊറിയാൻ വരുമല്ലോ ഓരോരുത്തന്മാര്. അപ്പൊ ആ ചൊറിയില്ല ബാർ നടക്കുന്നില്ലെങ്കിലും വെളിയിലാണെങ്കിലും അകത്താണെങ്കിലും സംസാരം നടക്കുന്നുണ്ട് ഇങ്ങനത്തെ, മനസ്സിലായ? 3 ഇല്ല 1 എല്ലാം വന്നതാ. എത്ര കൊന്ന്